അങ്ങനെ നമ്മൾ കേരള കോളിങ് യാത്ര പുറപ്പെടാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുന്ന ദിവസമാണ് ഇവിടെ എൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം. പോട്ടയിൽ ക്ഷേത്രം എന്ന് പറയും. ഇത് തൃപ്പൂണിത്തുറ SN ജംഗ്ഷനടുത്ത് പോട്ടയിൽ ക്ഷേത്രത്തിലെ ഉത്സവം ഗംഭീരമായ ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകൾ, അത് ഗംഭീര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് എപ്പോഴും കാഴ്ചകൾ. വേറൊരു പ്രത്യേകതയുള്ള ഈ ജാതി മത ചിന്തകൾക്കപ്പുറം ഈ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉത്സവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം. എന്ത് ക്രൗഡാണ് ഇവിടെ ഒന്ന് കൂടിയിരിക്കാൻ നോക്കി. ഭയങ്കര തിരക്കാണ്. നല്ല വിഷ്വൽസ് അത് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങൾ വരിക. സാധാരണ ഉത്സവങ്ങളിലെ ഒരു പ്രധാന കാഴ്ചകളാണ് ഈ പെൺപിള്ളേർക്ക് വളയും മാലയും കമ്മലും ഒക്കെ വയ്ക്കുന്ന ഈ കട. അവിടുത്തെ തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് വളയും മാലയും കമ്മലും എന്ന് പറയുമ്പോൾ അവിടെ അതിനപ്പുറം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് ഒക്കെ വേണ്ടും. ബലൂൺ ഉൾപ്പെടെയുള്ള അതിങ്ങനെ ഇതിങ്ങനെ ഓരോ ഉത്സവ പറമ്പിലും ഇങ്ങനെ പോയി യാത്ര ചെയ്ത് ഇത് വിൽക്കുന്നവരാണ്. നാടോടികളെ പോലെ ജീവിക്കുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളത്. ഏതെടുത്താലും 30 രൂപ. ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ പൊരിക്കടൽ, പൊരി, ചോളം, അതിനപ്പുറം ബജിക്കട. ബജിയാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ബജിക്കടയുടെ ഒരു സിമ്പലോ. അതിനപ്പുറം കരിമ്പ്, ഐസ്ക്രീം, ഇതൊക്കെ ഇപ്പോഴത്തെ ഉത്സവപ്പറമ്പിലെ സ്ഥിരം കാഴ്ചകളാണ്.
വലിയ വലിപ്പമുള്ള കാവടികൾ എടുക്കുന്ന ഈ കലാകാരന്മാരും ഇവരെല്ലാ ഉത്സവകാലങ്ങളെ മാത്രം ആചരിച്ചിരിക്കുന്നവരാണ്. ഉത്സവകാലങ്ങളിൽ കൂടുതലായിരിക്കും, അത് കഴിയുമ്പോൾ അവരുടെ ഒരു ലൈഫ് വളരെ പാടായിരിക്കും. ഉത്സവകാലങ്ങളെ മാത്രം ആചരിച്ചിരിക്കുന്നവരാണ്. ചേട്ടാ, ഇത് നിങ്ങൾ ഏത് പ്രോഗ്രാം സമിതിയാണ്? ഏത് സമിതിയാണ്? ഇതിന്റെ പേരെന്താണ്? കിടങ്ങ. ഇത് എല്ലാ സീസൺ മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പേരെന്താ? അജയൻ. എത്ര വർഷമായിട്ട് ഈ കാവടി ഈ പരിപാടികളായിട്ട്? 10 വർഷമായി. ഉത്സവ സീസണുകളിൽ ഇതാണ് അല്ലേ? അത് കഴിഞ്ഞാൽ എന്താണ് ജോലി? ജോലിയുണ്ടോ? ഈ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും എന്തെങ്കിലും ജോലിയാണ്? ഇത് നിങ്ങളുടെ ഒരു പാഷൻ? സൈഡ്. ഈ സീസൺ സമയത്ത് നല്ല തിരക്കായിരിക്കും. എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. ഈ ആഴ്ച അത്യാവശ്യം ഇതുകൊണ്ട് ഈ കാലത്ത് ഇതുകൊണ്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. ഇതെന്ത് കാവടിയുടെ പേരെന്താ? വിഘ്നേശ്വരൻ. ഇത് പിന്നെ നല്ല വെയിറ്റ് ഉള്ളതാണോ? സ്ഥിരം കബഡി എടുക്കലാണോ ജോലി? ഇത് കബഡി എടുക്കലാണോ ജോലി? അല്ലേ? ഉത്സവകാലങ്ങളിലാണിത്. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു? എത്ര വെയിറ്റ് കാണും? നല്ല കനത്തുള്ള സീറ്റ് വെച്ചിട്ടാണല്ലോ കുറെ എത്ര നേരം ചോദിക്കാൻ പറ്റും? അത് കഴിയുമ്പോൾ പാട്ട് വരെ വയ്ക്കും. അത് കഴിയുമ്പോൾ താത്ത് വയ്ക്കാം അല്ലേ? എന്താ പേര്? ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇതിനുള്ളൂ? ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മള് എല്ലാ ദിവസവും പ്രോഗ്രാം കാണും അല്ലേ? ഇത് ഉത്സവത്തിന് മാത്രം ആശ്രയിച്ച് നമ്മളൊരു കല ചെയ്യുന്നു അല്ലേ? ഉത്സവത്തിന് മാത്രം ആശ്രയിച്ച് ഒരു കല ചെയ്യും അല്ലേ?